ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. നമുക്കറിയാം, വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യയേക്കാൾ ഉപരിയായി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടിട്ടാണ് നിങ്ങളിരിക്കുന്നത്. 2 അഭിഷിക്തരുടെ മനോഹരമായ വചനങ്ങൾ നിങ്ങൾ കേട്ടു. അത് നിങ്ങളുടെ വയറ് നിറഞ്ഞു. വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ വചനം അവൻ്റെ വ്യക്തി ജീവിതത്തിൽ എത്രമാത്രം മാംസം ധരിച്ചു എന്നതിൻ്റെ അടയാളമാണ് തുടർന്നുള്ള അവൻ്റെ ആരാധനയുടെ മനോഭാവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തുടർന്നുള്ള അവൻ്റെ ആരാധനയുടെ ഭാവം എന്ന് പറയുന്നത് ഈ കേട്ട വചനം എത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാംസം ധരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും വചനമൊക്കെ കേട്ട് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ പുറത്തേക്ക് തരേണ്ടത് എന്താ? സാധാരണ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ നമ്മൾ കഴിക്കുന്ന സാധനം എന്നാ? ചോറും കറിയായിരിക്കുമോ? ആണോ? അല്ല, പിന്നെന്താ കഴിക്കുന്നത്? അത് ദഹിക്കാൻ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കഴിക്കാനായിട്ട് നോക്കും. കാരണം വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളത് ദഹിക്കാൻ, അല്ലെങ്കിൽ വയറിനൊരു സുഖം കിട്ടാനായിട്ട് എന്താ കഴിക്കേണ്ടതെന്ന് നോക്കും. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രാക്ടിക്കലാകും, അല്ലെങ്കിൽ എത്രമാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 അധ്യായം 18 വചനം വായിക്കാവോ? സങ്കീർത്തനങ്ങൾ 145:18 വചനം പറയുവാണ്, ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇന്നത്തെ 2 വചന സന്ദേശങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. അവിടെ സമീപസ്ഥനായ ഒരു ദൈവത്തെക്കുറിച്ച് മനോഹരമായിട്ട് പറഞ്ഞു വെച്ചു. ഞാനിപ്പം കൊച്ചച്ചൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അങ്ങും ഇങ്ങുമൊക്കെ ആയി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. വചനം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 145:18 ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സമീപസ്ഥനായ ഒരു ദൈവം. വീണ്ടും സങ്കീർത്തനം 34:18 വചനം ഇങ്ങനെ പറയും, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആർക്കാ? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പം സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വചനത്തിൽ അങ്ങോളം കാണുവാണ്. ഇവിടെ ഇന്ന് നിങ്ങൾ ഈശോയുടെ അടുത്തായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ നോക്കിയിരിക്കരുത്. നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സമീപസ്ഥനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ് എന്താ? സമാഗമ കൂടാരം. കേട്ടിട്ടുണ്ടോ? സമാഗമ കൂടാരം. എന്താ ഈ സമാഗമ കൂടാരം എന്ന് പറയുന്നത്? എന്തായിരുന്നു പഴയ നിയമ ജനതയുടെ സമാഗമ കൂടാരം? അതായത് ജെറുസലേം ദേവാലയം പണി കഴിപ്പിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഇടമായിരുന്നു എന്ത്? സമാഗമ കൂടാരം. എന്നുവെച്ചാൽ അവരുടെ ആരാധനാലയമായിരുന്നു ഈ സമാഗമ കൂടാരം. ഈ സമാഗമ കൂടാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ സമാഗമ കൂടാരത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. പറയുന്നത് ശ്രദ്ധിക്കാം. ഇനി 3 ഭാഗങ്ങളാണ് സമാഗമ കൂടാരത്തിനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറയാവോ? അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് പുറത്തെ പ്രാകാരം, എന്ന് വെച്ചാൽ പുറത്തെ മുറ്റം. രണ്ടാമത്തേത് വിശുദ്ധ സ്ഥലം. മൂന്നാമത്തെ ഭാഗം അതിവിശുദ്ധ സ്ഥലം. ഈ പുറത്തെ പ്രാകാരം അല്ലെങ്കിൽ പുറത്തെ മുറ്റം എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ബലിപീഠമുണ്ട്, ക്ഷാളനപാത്രമുണ്ട്. എന്ന് വെച്ചാൽ ബലിപീഠം നമുക്കറിയാം. ഇന്നത്തെ നമ്മുടെ പള്ളിയിലൊക്കെ ബലിപീഠം എവിടെയാണ്? വിശുദ്ധ സ്ഥലത്താണ് ബലിപീഠം ഉള്ളത്. പക്ഷേ ഈ സമാഗമ കൂടാരത്തിലെ ബലിപീഠം സ്ഥിതി ചെയ്തിരുന്നത് ഈ പുറത്തെ മുറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ബലിപീഠം, 2 ക്ഷാളനപാത്രം. ക്ഷാളനപാത്രം എന്ന് പറയുന്ന പുരോഹിതന്മാർ ബലി അർപ്പിച്ചതിന് ശേഷം കൈ കഴുകുന്ന സ്ഥലം. അതാണ് ഈ ക്ഷാളനപാത്രം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ സ്ഥലത്ത് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് 7 കാലുള്ള വിളക്ക്, അതിന് പറയും മെനോറ. രണ്ടാമത്തേത് ധൂപപീഠം, ധൂപം അർപ്പിക്കുന്ന സ്ഥലം. മൂന്നാമത്തേത് തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ.
ഈ 3 കാര്യങ്ങളാണ് വിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇനി 3-ാമത്തെ സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്താണ് വാഗ്ദാന പേടകം സ്ഥിതി ചെയ്തിരുന്നത്. അവർ വാഗ്ദാന പേടകം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഈ അതിവിശുദ്ധ സ്ഥലത്താണ്. ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ പലക പോലെ ഒരു സാധനമുണ്ട്. അതിനെയാണ് കൃപാസനം എന്ന് പറയുന്നത്. ഈ കൃപാസനത്തിൻ്റെ മുകളിലായിട്ടാണ് 2 മാലാഖമാർ മുഖത്തോട് മുഖം നോക്കി, അതായത് ഈ വാഗ്ദാന പേടകത്തെ നോക്കി 2 മാലാഖമാരിയ്ക്കുന്നു. വീണ്ടും ഈ വാഗ്ദാന പേടകത്തിനകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? വാഗ്ദാന പേടകത്തിനകത്ത് എന്തൊക്കെയുണ്ടായിരുന്നേ? മന്ന, 10 കൽപ്പനകളുടെ കൽപ്പലകൾ, വീണ്ടും ഒരു സാധനം കൂടി ഉണ്ട്, അഹ്റോൻ്റെ തളിർത്ത വടി. ഈ 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൽ. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ജനം അതിവിശുദ്ധ സ്ഥലത്തിന് അത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും, ഈ അതിവിശുദ്ധ സ്ഥലത്ത് ആരാ ബലിയർപ്പിക്കാൻ കയറിയിരുന്നേ? പ്രധാന പുരോഹിതൻ. എപ്പോഴാണ് കയറുന്നത്? വർഷത്തിലൊരിക്കൽ. ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ഒരു തിരുനാളാണ് യോം കിപ്പൂർ, അതായത് പാപപരിഹാര ദിനം. പാപപരിഹാര ദിനം. ആ ദിവസമാണ് പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് കയറിയിരുന്നത്. ഇങ്ങനെ ഈ പ്രധാന പുരോഹിതൻ അവിടെ ബലിയർപ്പിക്കാനായിട്ട് കയറുമ്പോൾ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. കാരണം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം വസിക്കുന്ന, അതായത് ദൈവവുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്തുന്ന സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം അവിടേക്ക് ഈ മഹാപുരോഹിതൻ കയറിപ്പോകുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു കയറും ഒരു മണിയും കെട്ടിയിരുന്നു. എന്തിനു വേണ്ടിയാ? അവിടെ വെച്ചെങ്ങാനും അദ്ദേഹം മരിച്ചാൽ വീണ്ടും അടുത്ത ആൾക്കാർ കയറി ചെന്ന് മറ്റൊരു മരണം അവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തിരുന്നു? കയറിപ്പോകുന്ന പ്രധാന പുരോഹിതൻ്റെ കാലിൽ ഒരു കയറും ഒരു മണിയും കിട്ടിയിരുന്നു. അപ്പം അതായത് അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അങ്ങനെ അകത്ത് കയറി ഇവർ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ അതിവിശുദ്ധ സ്ഥലത്തെയും ജനങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന കട്ടിയുള്ള ഒരു തിരശ്ശീല അവിടെ ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ദേവാലയത്തിൽ നമ്മളിന്ന് കാണുന്ന വിരിയുണ്ടല്ലോ, സർവാധിപനാം കർത്താവേ എന്ന് പറയുമ്പോൾ മാറ്റുന്ന വിരി, ആ വിരി പോലെയല്ല, അതിലും കട്ടിയുള്ള തിക്ക് വെയിൽ എന്നാണ് പറയുക. അത്രയും കട്ടിയുള്ള ഒരു വെയിൽ, അതായത് ഒരു തിരശ്ശീല അവിടെ ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തെയും ജനങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തിരശ്ശീല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം ഈ തിരശ്ശീല മുറിഞ്ഞില്ലേ? ഈ തിരശ്ശീല ഒരു ദിവസം മുറിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപിതാവ് തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് കുരിശിൽ അവന് മരണം വരിച്ച്, കുരിശുമരണത്തിലൂടെ അവൻ സ്വന്തം ജീവൻ വെടിഞ്ഞ ആ പ്രധാന മണിക്കൂറിൽ ആ തിരശ്ശീല മുറിഞ്ഞു. ആ തിരശ്ശീല മുറിയപ്പെട്ടു. ഇനി ആ തിരശ്ശീലയില്ല. ഈ തിരശ്ശീല എങ്ങനെ മുറിഞ്ഞേ? തഴയുന്ന മുകളിലേക്കോ മുളിയും താഴേക്കോ? മുകളിൽ നിന്ന് താഴേക്ക്. നമുക്കറിയാം, ഈശോ മരിച്ച സമയത്ത് നമ്മളിങ്ങനെ കുരിശിൻ്റെ വഴിയിൽ വായിക്കുന്നുണ്ടല്ലേ, ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറി. മുകളിൽ നിന്ന് താഴേക്ക് ഈ തിരശ്ശീല കീറി എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരു മനുഷ്യനല്ല അത് കീറിയത്. ഒരു മനുഷ്യനല്ല അത് കീറിയത്. പിന്നെ ആരാ? ദൈവം തന്നെ. അതായത് ഒരു മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചു നിർത്തിയിരുന്ന ആ തിരശ്ശീല ഈശോ മരിച്ച ആ ഓൺ ദ സ്പോട്ടിൽ എന്നേക്കുമായി മുറിയപ്പെട്ടു. എന്നേക്കുമായിട്ട് മുറിയപ്പെട്ടു. ഇനി അങ്ങനെ ഒരു തിരശ്ശീല ഇല്ല. ഇനി അങ്ങനെ ഒരു തിരശ്ശീല ഇല്ല. അത് കീറിത്തന്നത് നമ്മുടെ ദൈവമായ കർത്താവ് തന്നെയാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, കണ്ണുനീരോടെ കർത്താവിനെ വിളിക്കുന്ന സമയത്ത് ഒരു മറയും കൂടാതെ, ഒരു തടസ്സവും കൂടാതെ അപ്പൻ്റെ അടുത്തേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാൻ ഒരു തടസ്സം, ഇനി ഒന്നും അവനെ തടസ്സപ്പെടുത്തത്തില്ല. ഒരു പ്രത്യേക ശാസ്ത്രങ്ങളും അവനെ തടസ്സപ്പെടുത്തുകയില്ല. ഒരു സമ്പ്രദായങ്ങളും അവനെ തടസ്സപ്പെടുത്തത്തില്ല. ഒരു സെക്യൂരിറ്റിക്കും അവനെ തടയാൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലേ, ഈശോയുടെ അടുത്തേക്ക് കൊച്ചുങ്ങൾ ഓടി ചെല്ലാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു നിർത്തിയപ്പോൾ ഈശോ പറയുന്നുണ്ട്, അവരെ വിട്ടേക്ക്, അവരെ പോലെയുള്ളവർക്കാ സ്വർഗരാജ്യം.
അതുകൊണ്ട് ഒരു സമ്പ്രദായങ്ങൾക്കും തടസ്സപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ആരും കാവൽ നിൽക്കാതെ എല്ലാവർക്കും വേണ്ടി 24 മണിക്കൂറും ഒഴുകിയിറങ്ങുന്ന കർത്താവിൻ്റെ കരുണ. ആ തിരശ്ശീല കയറിയതോടെ അവിടെ ദൈവമക്കൾക്കെല്ലാം ലഭ്യമാവുകയാണ് ഈ കുരിശിൽ. പ്രത്യക്ഷത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്നു പരിശുദ്ധ കുർബാനയിൽ. പരിശുദ്ധ കുർബാനയിൽ അതുകൊണ്ടാണ് വചനം പറയുന്നത് സമീപസ്ഥനായൊരു ദൈവം. സമീപസ്ഥനായൊരു ദൈവം. ആർക്കാ ദൈവം സമീപസ്ഥനായിരിക്കുന്നേ? നിലവിളിക്കുന്നവന്, ഹൃദയം നുറങ്ങിയവന് സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു 3 ഹല്ലേലൂയ ഉച്ചത്തി പറഞ്ഞേ. ആമേൻ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഇനി ആ തിരശ്ശീല എന്നേക്കുമായിട്ട് കീറി. ഇനി ആ തിരശ്ശീല ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ തിരശ്ശീല ഇല്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അവൻ നമ്മുടെ അടുത്തുണ്ട്. അപ്പം ഈ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ആ ഇനി ആർക്കായിരിക്കും ഈ തിരശ്ശീല ഇല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുക? ആർക്കായിരിക്കും ആരാധിക്കാൻ പറ്റുക? സ്വന്തമായിട്ട് ആരൊക്കെ ഒരു തിരശ്ശീലയില്ലാതെ തമ്പുരാൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നോ അവർക്കൊക്കെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. എന്തായിരിക്കും നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ആ തിരശ്ശീല? നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ആ തിരശ്ശീല എന്തായിരിക്കും? എന്തായിരിക്കും? അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, അതിന് പറയുന്ന പേരാണ് നമ്മുടെ ദുരഭിമാനം. ആ തിരശ്ശീല എന്താണെന്ന് കാണണമെന്ന് ഒരിക്കൽ ഒറ്റ സമയം ഇതിവിടെ നിന്നാൽ മതി. എന്താണെന്നറിയാവോ? ഇവിടെ പറയും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക, കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, സ്വരമുയർത്തി പ്രാർത്ഥിക്കുക, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്താണെന്നറിയാവോ? ഈ ദുരഭിമാനം എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും അങ്ങ് കയറി കഴിയും. പിന്നെ ആകെ മൊത്തം ഒരു നാണക്കേടാണ്, പിന്നെ ഒരു മാനക്കേടാണ്, പിന്നെ ഒരു അഹബോധം തന്നെ ഉള്ളിൽ നിന്ന് വരും. ദൈവത്തെ വിളിക്കാൻ ഒരു ഭയങ്കര മടി. അപ്പുറം ഇപ്പുറം നിൽക്കുന്നവൻ ഞാൻ ഇത്രയും വോളിയത്തിൽ പറഞ്ഞ എന്നാ വിചാരിക്കും? കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാം, ഞാൻ ഒത്തിരി കാലമായി ഇവിടെ കയറി ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ എല്ലാ ആരാധനയുടെ സമയത്തും മുഴുവൻ പ്രാർത്ഥനയുടെ സമയത്തും ഞാൻ അവിടെയുണ്ട്. കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, വചനമൊക്കെ കേട്ട് ത്രില്ലിലിരിക്കും, കുറേ ഉറങ്ങിയും ഉറങ്ങാതെയും കേൾക്കും. അതിനുശേഷം ആരാധനയുടെ സമയം കാലത്തിന് ഒടുക്കത്തെ ക്ഷീണമാണ്. എവിടുന്ന് വരുന്നതെന്ന് അറിയത്തില്ല, ഒടുക്കത്തെ ക്ഷീണമാണ്. കൈ പൊക്കാൻ പറയുമ്പോൾ ചിലരുടെ കൈ ഇത്രയും പൊങ്ങുന്നു, ചിലരുടെ കൈ ഇത്രയും. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത ആരാധനയുടെ സമയത്ത് നമ്മളൊക്കെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, ദൈവം സമീപസ്ഥനായ ദൈവം. സമീപസ്ഥനായവനെ എൻ്റെ തൊട്ടടുത്ത് അനുഭവിക്കണമെങ്കിൽ ഈ ദുരഭിമാനം, ഞാനായിട്ടുണ്ടാക്കി വെക്കുന്ന ദുരഭിമാനമാകുന്ന വേലി, തിരശ്ശീല ഞാൻ പൊളിച്ചു മാറ്റണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ ഒത്തിരി അഭിമാനം തോന്നുക. നിങ്ങളാ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളാ വില കൊടുത്ത് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ. കാരണം ഇത്രയും മഴ എനിക്ക് തോന്നുന്നു, നിങ്ങൾ വരുന്ന ആ സമയത്തൊക്കെ പെരുമഴയായിരുന്നു. ഈ സമയം അത് എനിക്ക് തോന്നുന്നു കുർബാന കഴിഞ്ഞതിന് ശേഷം ഒത്തിരി വലിയ മഴയങ്ങ് പെയ്തില്ല. വില കൊടുക്കാൻ സന്നദ്ധരായവർക്കൊക്കെ വിലപിടിപ്പുള്ളത് തന്ന് ഈശോ എന്ന് പറഞ്ഞയക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ ഉണ്ടാക്കി വെച്ച തിരശ്ശീല ഇന്ന് ഇവിടെ കീറിക്കളഞ്ഞിട്ട് തമ്പുരാനെ നേർക്കുനേർ കാണാൻ തക്ക വിധം എളിമയോടെ അവൻ്റെ മുമ്പിലായിരിക്കണം. എളിമയോടെ അവൻ്റെ മുമ്പിലായിരിക്കണം. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മളായിട്ടുണ്ടാക്കി വെച്ച ദുരഭിമാനത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, നാണക്കേടിൻ്റെ, അഹംബോധത്തിൻ്റെ, ഈശോയെ വിളിക്കാനുള്ള ആ ഒരു മടിയുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ തിരശ്ശീല ഇന്നിവിടെ കീറിക്കളഞ്ഞ ഈ സാജോ ഭവനിൽ വെച്ച് ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് തമ്പുരാനെ നേർക്കുനേർ, ഞാൻ നിങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവമാണെന്ന് പറയുന്ന അതേ കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് തൊടാൻ പറ്റും.
നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റൂ. ഒരു ദിവികാരുണ്യ പ്രദർശനത്തിന് ഈശോ ഇതിലൂടെ നടന്നങ്ങ് താഴേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, എന്തൊരു ക്ഷീണമെന്നറിയാം നമുക്ക്. ഇവിടെ പറയും, കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ച ഒടുക്കത്തെ ക്ഷീണം നമുക്ക്. സമീപസ്ഥനാകാൻ കടന്നു വരുക ഒരു ദൈവം, സമീപസ്ഥനാകാൻ കടന്നു വരുക. സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക്, സ്വയം താഴാൻ സന്നദ്ധതയുള്ളവർക്ക്, അഹങ്കാരത്തിൻ്റെ കെട്ടൊക്കെ പൊട്ടിക്കാൻ പറ്റുന്നവർക്ക് തൊടാൻ പറ്റും ഇന്ന് കർത്താവിനെ. അതുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ചാൽ സമീപസ്ഥനാകുന്ന ഒരു ജീവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിക്കുവാണെങ്കിൽ അതിനു വേണ്ടിയൊക്കെ ജീവിക്കണം. ജീവിക്കുവാണെങ്കിൽ അതിനു വേണ്ടി ജീവിക്കണം. ഇനി ഈ സമീപസ്ഥനാകുന്ന ദൈവം സമീപസ്ഥനാകുമ്പോൾ അതിലും മനോഹരമായൊരു കാര്യം കൂടിയുണ്ട്. സങ്കീർത്തനം 16:11 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷവും. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷവും. വീണ്ടും വചനം ഇങ്ങനെ മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയും, ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിറച്ചു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിറച്ചു. അതുകൊണ്ട് ഈ സാന്നിധ്യത്തിനകത്ത് നമുക്ക് വേണ്ടതൊക്കെയുണ്ട്. നമുക്ക് വേണ്ടതൊക്കെയുണ്ട് ഈ സാന്നിധ്യത്തിനകത്ത്. നിനക്ക് വേണ്ടത് ചിലപ്പം കടബാധ്യതകളുടെ കോടികളുടെ കടബാധ്യതകൾ മാറിക്കിട്ടാനുള്ള മേഖലയായിരിക്കും. അതല്ലെങ്കിൽ നാളുകളായി അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒരു ജോലി കിട്ടാത്ത അവസ്ഥയായിരിക്കും. അതുമല്ലെങ്കിൽ വയസ്സേറെയായി ഒരു വിവാഹം നടക്കാത്ത മേഖലയായിരിക്കും. അതുമല്ലെങ്കിൽ വഴി തടസ്സം, വീട്ടിലേക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടും എല്ലായിടത്തുനിന്നും വഴി കിട്ടുന്നില്ല. വീണ്ടും നാളുകളായി പരിശ്രമിച്ചിട്ടും വിൽപ്പന നടക്കാത്ത സ്ഥലത്തിൻ്റെയൊക്കെ മേഖലയായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ചായിരിക്കും അവർ വരുന്നത്. അതുമല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ നല്ലൊരു വിജയം അവരാഗ്രഹിക്കുന്നത്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് മടുത്ത് അതൊന്ന് പാസ്സാകണം, അതായിരിക്കും അവരുടെയൊക്കെ ആഗ്രഹം. ഒരമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം സമാധാനമുള്ള ഒരു കുടുംബജീവിതമായിരിക്കും ആഗ്രഹിക്കുന്നത്. പ്രായമായ കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വയ്യാഴികകൾ, അവരുടെ ഏകാന്തതകൾ, അവരുടെ ഒറ്റപ്പെടൽ, ഒന്ന് തീരുമ്പോൾ ഒന്നെന്ന് പറഞ്ഞതുപോലെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന രോഗത്തിൻ്റെ തകർച്ചയുടെയൊക്കെ മേഖലകൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനൊക്കെ ഉത്തരമുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലം ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെല്ലാം ഉത്തരം അവിടുന്ന് കിട്ടും. അതുകൊണ്ട് നമുക്കറിയാം, എനിക്കിപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എനിക്കൊരു ചീപ്പ് മേടിക്കണം, 2 ചെരുപ്പ് മേടിക്കണം, 2 പാത്രങ്ങൾ മേടിക്കണം അടുക്കളയിലേക്ക്, പിന്നെ 1-2 ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ ഓരോന്നുമുള്ള ഓരോ കടയിൽ കയറി സമയം പാഴാക്കുന്നതിന് പകരം നമുക്കൊക്കെ എന്നാ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൈപ്പർ മാർക്കറ്റ് കയറുവാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അവിടെയുണ്ട്, എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. 100 കട തെണ്ടി നമ്മൾ മടുക്കണ്ട. ഒരു ഹൈപ്പർ മാർക്കറ്റ് കയറിയ ഇതെല്ലാം അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് എനിക്ക് പരിചയപ്പെടുത്താനുള്ള മനോഹരമായൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഈ ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന സ്ഥലം. അവിടെ എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. നീ ആഗ്രഹിക്കുന്നതും നീ പ്രതീക്ഷിക്കുന്നതും അതിനപ്പുറത്ത് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കയറി ഇറങ്ങുന്ന പരിപാടി നമ്മൾ ഉപേക്ഷിക്കണം. എന്ന് വിചാരിച്ച് ഇവിടേക്ക് വചനം കേൾക്കാൻ വരുന്ന ഉപേക്ഷിക്കണം നല്ല ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യണം? വചനം കേൾക്കാൻ വരണം. എന്നിട്ടോ വചനം പഠിക്കണം, വചനം ധ്യാനിക്കണം, ഈശോയെ കുറച്ചുകൂടെ സ്വന്തമാക്കണം. ഈശോയുടെ സ്നേഹത്തിൽ ഇച്ചിരൂടെ ചേർന്ന് നിൽക്കേണ്ട എങ്ങനെയാണെന്ന് ഇരുന്ന് പഠിക്കണം. അത് വേണം. അല്ലാതെ ചെറിയ കുഞ്ഞ് ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അഭിലാഷങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാകരുത് നമ്മൾ. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവൻ്റെ സാന്നിധ്യമായിരിക്കണം. അവൻ്റെ സാന്നിധ്യം സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണും 3 സഹോദരങ്ങൾ, മർത്ത, മറിയം, ലാസർ. ഇവരുടെ വീട്ടിലേക്ക് ഒരു ഈശോ ഭക്ഷണം കഴിക്കാൻ ചെല്ലുക. മർത്ത എന്ത് ചെയ്തു? അവനെ സ്വീകരിച്ചു, ഇരുത്തി. പിന്നെ മർത്തായ ഏരിയയിൽ നമ്മൾ കാണുന്നില്ല.
മറിയ എന്നാ ചെയ്തു? എങ്ങും പോയില്ല, അവൻ്റെ കാച്ചോട്ടിൽ ഇരുന്ന് വചനം കേട്ടു. ഇവിടെ കർത്താവ് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. മർത്താ മർത്താ, നീ പല കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. എന്നാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. നല്ല ഭാഗം തിരഞ്ഞെടുത്തു. നല്ല ഭാഗം എന്ന് പറയുന്ന മറിയത്തിൻ്റെ ജീവിതത്തിലെ മേഖലയാണെന്ത്? ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം, അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ പാദത്തിങ്കിൽ ഇരിക്കുന്നതിലെ സന്തോഷം, അതിൻ്റെ അഭിഷേകം. മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം അതാ. വീണ്ടും നമ്മൾ കാണും, ലാസർ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞിട്ട് കർത്താവ് പോയില്ല. സുഖമില്ലാന്നറിഞ്ഞു, പോയില്ല. മരിച്ചു എന്ന് കേട്ടു, എന്നിട്ടും പോയില്ല. 4 ദിവസം കഴിഞ്ഞപ്പം മെല്ലെ സാവകാശം ചെല്ലുവാണ് അവൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു സംഭവമുണ്ട്. മർത്ത എന്ത് ചെയ്യും? ഇറങ്ങി ഓടി ചെല്ലും. 2 കിലോമീറ്റർ ഓടി അവൾ ഈശോയുടെ അടുത്ത് ചെല്ലും. പക്ഷേ ഈ മറിയം എന്നാ ചെയ്യുന്നേ? അവളെങ്ങും പോയില്ല, അവൾ അവിടെ തന്നെ ഇരുന്ന്. അവൾക്കറിയാമായിരുന്നു, നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തിന് അറിയായിരുന്നു, ഈ 2 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്നവൻ ഇവിടേക്ക് വരും, ഇവിടേക്ക് വരും. കാരണം ദൈവ സാന്നിധ്യത്തിൻ്റെ സാമീപ്യത്തിൻ്റെ സുഖം, സന്തോഷം, സമൃദ്ധി അനുഭവിച്ചവളായിരുന്നു മറിയം. അതുകൊണ്ട് ഈ മറിയത്തിന് കൃത്യമായിട്ട് അറിയായിരുന്നു, അവിടെ നിൽക്കുന്ന കർത്താവ് ഇവിടേക്ക് തന്നെ വരും, എങ്ങും പോകത്തില്ല എന്ന് മറിയത്തിന് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സാന്നിധ്യം സ്വന്തമാക്കാൻ നമുക്ക് പറ്റണം. ഈ സാന്നിധ്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. ഒരിക്കൽ ഒരു ചൈനക്കാരന് വചനം കൊടുത്തിട്ട് ഒരു വ്യക്തി പറഞ്ഞു, ഒരാൾ ബൈബിള് ഈ ചൈനക്കാരൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ ബൈബിള് വായിച്ചിട്ട് ഞങ്ങളുടെ ദൈവത്തെപ്പറ്റി നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നിനക്ക് എന്നാ മനസ്സിലാവുന്നതെന്ന് നീ ഇത് വായിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഈ മനുഷ്യൻ ഇരുന്ന് വചനം മുഴുവൻ വായിച്ചതിന് ശേഷം ഈ മനുഷ്യൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം, ഞാൻ കുറേ പുസ്തകങ്ങൾ, എല്ലാ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ദൈവം, ആരെ അന്വേഷിച്ചു പോകുന്ന ദൈവത്തിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവം. ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഒന്നും കൂടെ കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നെന്ന് മാത്രമല്ല, നിങ്ങളുടെ അകത്തേക്ക് കൂടി വരുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വീടിനകത്തേക്ക്, നമ്മുടെ ജോലി സ്ഥലത്തേക്ക്, നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക്, നമ്മുടെ കണ്ണുനീരിലേക്ക്, നമ്മുടെ രോഗാവസ്ഥകളിലേക്ക് അകത്തേക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണം. അതുകൊണ്ട് ഈശോയെ കാണണം എന്നാഗ്രഹിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നമ്മൾ ഓരോരുത്തരും ഈശോയെ കാണണമെന്ന് നമ്മൾക്ക് എന്തോരം ആഗ്രഹമുണ്ടോ അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഈശോയെ കണ്ടെത്തണമെന്ന്. നമുക്കറിയാം, അതിൻ്റെ പ്രതീകമാണ് ഈ ഏദൻ തോട്ടമൊക്കെ. കർത്താവ് ഏദൻ തോട്ടം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവൻ്റെ സാന്നിധ്യത്തിൽ തമ്പുരാൻ്റെ കൂടെ എല്ലാവരും ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രശ്നമായി, അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് നമ്മൾ അവിടെ നിന്നൊക്കെ കുറ്റിയും പറിച്ച് ചാടി. പക്ഷെ എന്നാലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ആയിരിക്കാൻ വേണ്ടി അവൻ തന്നു സ്വന്തം പുത്രനെ. അവൻ മരിച്ചു. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ തിരശ്ശീല എന്നേക്കുമായിട്ട് കീറിക്കളഞ്ഞിട്ട് ഒരു പരിശുദ്ധ കുർബാനയായിട്ട് ഇന്നും നമ്മുടെ മുമ്പിൽ ഈശോ ആയിരിക്കുകയാണ്. സാന്നിധ്യത്തിൻ്റെ സന്തോഷം തരാൻ, കൂടെ ആയിരിക്കാൻ, കൂടെ വസിക്കാൻ, എപ്പോഴും കൂടെ വരാൻ അവൻ നമ്മോട് കൂടെ ആയിരിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ. നമ്മളൊക്കെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയാവോ ആർക്കെങ്കിലും? നമുക്ക് ആർക്കും അറിയത്തില്ല എന്നാ മരിക്കുന്നതെന്ന്. ഒരു ഡേറ്റ് നമുക്കറിയില്ല, എങ്ങനെ മരിക്കുമെന്നറിയത്തില്ല, എന്ന് മരിക്കുമെന്നും അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. പ്രിയപ്പെട്ടവരിത് പറയുമ്പോൾ ഞങ്ങളുടെ സഭാസ്ഥാപകൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പഞ്ഞിക്കാരനച്ഛനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നോ, ഞാനൊക്കെ സമർപ്പിത ജീവിതത്തിൻ്റെ ആ ബാലപാടി എന്ന് പറയുമ്പോൾ, അതായത് ആദ്യ വർഷം സന്യാസ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവ സാന്നിധ്യ സ്മരണം. അച്ഛൻ പറയും, നിങ്ങളെപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കും. അത് ചെയ്യാൻ വേണ്ടി അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തന്നൊരു കാര്യം ഇതാണ്:
ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ചങ്കിലേക്ക് കൈവെക്കണം. എന്നിട്ട് പറയണം, ഈശോയെ നീ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീസസ്, യു ആർ ദേർ, ഐ ലവ് യു. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്ന് അച്ഛൻ ഞങ്ങളോട് പറയുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പറയണമെന്ന്. അതുകൊണ്ട് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്, ദൈവ സാന്നിധ്യ സ്മരണ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ദൈവ സാന്നിധ്യ സ്മരണയുണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും ഈ തമ്പുരാൻ കൂടെയുള്ള സാന്നിധ്യ സ്മരണ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ. ഈ കഴിഞ്ഞ 1-2 മാസങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ വ്യക്തമായിട്ട് അനുഭവിച്ച ഒന്നാമത്തെ കാര്യം അതാ, തമ്പുരാൻ്റെ സാന്നിധ്യം. പ്രശ്നങ്ങൾ കുന്നുപോലെ ഒന്ന് തീരുമ്പോൾ ഒന്നെന്ന് പറഞ്ഞ പോലെ കടന്നു വരുമ്പോൾ എപ്പോഴും വലിയൊരു ഉറപ്പാണ്, തമ്പുരാൻ ഉണ്ട്, അവൻ നോക്കിക്കോളും, കൂടെ വസിക്കുന്നവൻ അടുത്തുള്ള. അതാണ് ദൈവസാന്നിധ്യ സ്മരണയുടെ ഒന്നാമത്തെ ഗുണം. അതാ, തമ്പുരാൻ്റെ കൂടെയാണ് നടക്കുന്നതെന്ന് വരികിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും എപ്പോഴും ഒരു സപ്പോർട്ടാ. പറയൂ ഇപ്പുറത്തുനിന്ന്, സാരമില്ല, ശരിയായിക്കോളും, ഇതൊക്കെ കൂടുതൽ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഈ തകർച്ചയൊക്കെ കൂടുതൽ മനോഹരമായിട്ടുള്ള ഒന്ന് രൂപപ്പെടാൻ പോവുക, അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. പിന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രാക്ടിക്കലായിട്ട് കാണുമ്പോഴാണ് ദൈവ അനുഭവം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്, ദൈവ അനുഭവം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്ന അപ്പോഴാണ്. അതുകൊണ്ട് ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം, ഈ കൂടെ ആയിരിക്കുന്നതിൻ്റെ സന്തോഷം നമുക്കെല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റട്ടെ. ഒരു പാട്ടുണ്ടിങ്ങനെ, മരണത്തിലും ജീവനിലും തകർച്ചയിലും ഉയർച്ചയിലും ഈശോയെ നിൻ്റെ സാന്നിധ്യം മതി. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും കർത്താവെ മറ്റൊന്നും വേണ്ട, നിൻ്റെ സാന്നിധ്യം അതൊന്നു മാത്രം മതി. ഈ പ്രകടമായ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് നമ്മൾ പോവുകയാണ് ആരാധനയുടെ നിമിഷങ്ങളിൽ. ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ കൂടെ ആയിരിക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് തൊട്ടറിയാൻ പറ്റണം. അവൻ അടുത്തുണ്ട്, അവൻ ചേർന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ പരസ്പരം ആരെയും നോക്കണ്ട. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാന്ന് പോലും ചിന്തിക്കണ്ട. നിനക്കിന്ന് തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണോ, അവൻ്റെ ഒരു സ്പർശനം അനുഭവിച്ചറിയണോ എങ്കിൽ അവനിലേക്ക് പൂർണ്ണമായിട്ടും തിരിയേ. എലിയ പ്രവാചകൻ മലമുകളിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ഈ ജനം നീയാണ് സത്യദൈവമെന്ന് അറിയാൻ തക്ക വിധം, ഇവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ തക്ക വിധം കർത്താവെ ഇറങ്ങി പ്രവർത്തിക്കണേ എന്ന്. ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ ഈശോ ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അരമണിക്കൂർ സമയമെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആരാധിക്കാൻ, വചനം കേൾക്കാൻ, വചനം പഠിക്കാൻ നമ്മളിരുന്നാൽ നമുക്ക് ഒരു ദണ്ഡവിമോചനം കിട്ടും. ഒരു ദണ്ഡവിമോചനം കിട്ടും. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ശ്രദ്ധയുണ്ടാവണം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാവണം. ആ അവബോധത്തോടെ വേണം പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കാൻ. ആ വലിയ അവബോധത്തോടെ ഈശോയുടെ മുമ്പിലായിരുന്ന് നമ്മൾ ഈ നിമിഷങ്ങളിൽ ഈശോയെ ആരാധിക്കുമ്പോൾ, കർത്താവേ, നിൻ്റെ കരുണയുടെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണം, നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് കൃപ തരണം. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി, അങ്ങയുടെ സന്തോഷം മാത്രം മതി, അവിടുന്ന് തരുന്ന അഭിഷേകം മാത്രം മതി. ഈ വലിയൊരു പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ മുൻപിൽ അവിടുത്തെ ആരാധിക്കാൻ നമുക്ക് എഴുന്നേൽക്കാം.